ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അവനി അമിത്തു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെയാണ്. ഞങ്ങളിവിടെ നാട്ടിലുള്ളവരെല്ലാവരും കൂടിയിട്ട്, നാട്ടിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തുള്ളവരെല്ലാവരും കൂടിയിട്ട് നടത്തിയ ഒരു ചെറിയൊരു ന്യൂ ഇയർ ആഘോഷം. അപ്പോൾ ഞങ്ങളിത് നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊരു ഫണ്ട് ഉണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് ശിവദം എന്നാണ്. അപ്പോൾ അതിലെ എല്ലാ മാസവും 50 രൂപ വെച്ചിട്ട് ഒരാൾ എടുക്കണം. അങ്ങനെ 20 അംഗങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ പൈസ നമ്മൾ മാസം 50 വെച്ചിട്ട് അടയ്ക്കും. പിന്നെ നമുക്കതിന് ആവശ്യമായിട്ടുള്ളവർ അതിൽ നിന്ന് പലിശയ്ക്ക് പൈസ എടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു രീതിയിൽ ഒരു ഫങ്ഷൻ നടത്തിയതാണ്. ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തി. നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിലത്തെ എന്താ പറയുക, ആണുങ്ങൾക്കുള്ള ഫുഡ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. നമ്മൾ ഗേൾസ് മാത്രമായിട്ട് പിന്നെ കുട്ടികളുമായിട്ടാണ് പരിപാടി നടത്തിയത്. പരിപാടിയിൽ നമ്മൾ കേക്ക് പുറത്ത് ഏൽപ്പിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഇവിടെ കൂടെ ഇതിലുള്ള അംഗത്തിൻ്റെ തന്നെ ഫ്രണ്ട് അവിടെ കേക്ക് ഉണ്ടാക്കും പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഞാൻ 4 കിലോൻ്റെ കേക്ക് ഏൽപ്പിച്ചു. പിന്നെ ബിരിയാണി, അതുപോലെ കോഴിമുട്ട, ഐസ്ക്രീം, മിഠായി, ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് ഫങ്ഷൻ നടത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പരിപാടി നടത്തിയിട്ടുള്ള വീട്ടിലത്തെ ചേച്ചി എന്ത് ചെയ്തു, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കി. പരിപ്പ് പായസം ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഹെഡ് എന്ന് തന്നെ പറയാം, ബീന ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിപാടികളൊക്കെ നടത്തിയത്. എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കലൊക്കെ അവിടെ വെച്ചിട്ടാണ് നടത്തിയത്. ബാക്കി കേക്ക് മുറിക്കലും മറ്റും നമ്മൾ ബാലവാടിയുടെ അവിടെ ആയിരുന്നു. നമ്മുടെ അവിടെ തൊട്ടടുത്തുള്ള അംഗനവാടിയിൽ അവിടെ മുറ്റത്ത് ഞങ്ങൾ എന്താ ചെയ്തൊരു വലിയ ബൾബൊക്കെ മേടിച്ചിട്ടിട്ട് അവിടെ വെച്ചിട്ടാണ് എല്ലാം നടത്തിയത്. അപ്പോൾ ബിരിയാണി നമുക്ക് 7 മണിക്ക് തന്നെ എത്തി. കേക്കെല്ലാം ഞങ്ങൾ പോയി വാങ്ങിക്കൊടുന്നു. എന്നിട്ടിപ്പോൾ ബിരിയാണി നമ്മളവിടെ വെച്ചിട്ട് ബീന ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് കഴിക്കുന്നതും അങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നല്ല ഇരുട്ടായിരുന്നു, തീരെ വെളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങനെയുള്ള ചെറിയ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ബിരിയാണി നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ പായസം കുടിച്ചു. ഞാൻ കുടിച്ചില്ല കേട്ടോ, കാരണം ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പായസമൊന്നും കുടിച്ചില്ല. പിന്നെ ഞങ്ങൾ നേരെ അംഗനവാടിക്ക് പോയി. അംഗനവാടി പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചത്. പിന്നെ മിഠായി ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ബോക്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് ഫുള്ള് ഡാൻസായിരുന്നു. ഡാൻസ് പറഞ്ഞാൽ ഫുള്ള് ഡാൻസ്. ഞങ്ങൾ പിള്ളേർ എല്ലാവരും കൂടിയിട്ട് നന്നായിട്ട് ഡാൻസ് കളിച്ചു. അതിൻ്റെ കുറച്ച് വിഷ്വൽസാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ പാട്ട് പാടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തുള്ളൂ. ഞാനും കളിക്കാൻ നിന്നപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തി. അതാണ് ഉണ്ടായത്. എന്തൊക്കെയോ സ്റ്റെപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കളിച്ച് കുറേ നേരം. ഞങ്ങളുടെ അവിടുത്തെ റോഡാണ് കേട്ടോ. അപ്പുറത്ത് തുള്ളിയിട്ട് അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ കനാലാണത്. കനാല്, അതിൻ്റെ അപ്പുറത്ത് പാടം. അങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥലം. അങ്ങനെയാണ്, പുഴയുടെ അടുത്താണ്. തൊട്ടപ്പുറത്ത് അതിൻ്റെ അംഗനവാടിയുടെ ബാക്കിൽ പുഴയാണ്. അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ട് ഇങ്ങനെ കളിച്ച് ഞങ്ങൾ കുറേ നേരം അങ്ങനെ കളിച്ചു. പിന്നെ എന്താ വെച്ചാൽ ബിരിയാണി കഴിച്ച വഴിക്കാണ് ഞങ്ങൾ കളിക്കാൻ വേണ്ടി പോയത്. അപ്പം ഞങ്ങളെല്ലാവരും വയറ് കൊളത്തി. അപ്പോൾ അത് വയറുമ്പ പിടിച്ചിട്ടുള്ള ഡാൻസ് ഉണ്ടായിരുന്നു കുറച്ച്. അങ്ങനെയൊക്കെ കുറച്ചായിട്ട് അങ്ങനെ ഒരു 12 മണി വരെ ഫുള്ള് കളിച്ചു. അതിനുശേഷം 12 മണിക്ക് നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ ബീന ചേച്ചിയാണ് കേക്ക് മുറിച്ചത്. പിന്നെ എല്ലാവരും കേക്ക് കഴിച്ചു. അതാണ് വയറുമ്പ പിടിച്ചിട്ട് അയ്യോ പറയണത്. ബിരിയാണി ഫുള്ള് അകത്താക്കിയിട്ട് വന്ന് തുള്ളിയതിൻ്റെ പ്രശ്നം ഉണ്ടായത്. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഇനി ബിരിയാണി ആക്കണില്ല. കാരണം വയറ് നിറച്ച് കഴിക്കാൻ അതിൻ്റെ കൂടെ പായസം, പിന്നെ മിഠായി, ഐസ്ക്രീം ഇതെല്ലാം കഴിച്ചിട്ടാണ് വന്ന് കളിക്കണത്. അപ്പോൾ നമുക്ക് പറ്റണില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ചെറുതാക്കിയിട്ട് എന്തെങ്കിലും മതി എന്ന് പറയണം, അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞതിന് ശേഷം കഴിക്കണം. അവിടെയുള്ള എല്ലാം നമ്മളിപ്പോൾ ആ ഒരു വരി ഫുള്ള്, ഇപ്പോൾ ഇങ്ങനെ ഈ റോഡിൻ്റെ ഒരു വരി ഫുള്ളാണ് എല്ലാവരും വീടുകൾ. അവിടെയുള്ള ഞങ്ങളെല്ലാവരും ആണ് ഉള്ളത്. ഞങ്ങളിപ്പോൾ പുതിയത് വീണ്ടും വെച്ചു. 50 രൂപ മാറ്റിയിട്ട് ഇപ്പോൾ 100 രൂപയ്ക്ക് എല്ലാ മാസവും 100 രൂപ. എല്ലാവരും പൈസ ഇന്ന് എടുക്കണം എന്ന് നിർബന്ധമാണ്. നല്ല പലിശ കിട്ടുള്ളൂ. കാരണം നമുക്ക് കുറച്ച്
കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ട് പരിപാടി ഒന്നും കൂടി ഉഷാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഒപ്പം നല്ല രീതിയിൽ എന്താ പറയുക ഒരു ടൂറും. പിന്നെ 12 മണിയായി. ഇതാ ബീന ചേച്ചി വന്നു, കേക്ക് മുറിച്ചു. അതിൻ്റെ ഒപ്പം ഞങ്ങൾ പടക്കം മേടിച്ചിട്ടുണ്ടായിരുന്നു. മേലെ പോയിട്ട് ആ പൊട്ടണതില്ലേ, അതെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കത്തിക്കാൻ നമുക്കറിയാത്തതുകൊണ്ട് കൂട്ടത്തിലുള്ള ചേച്ചിമാരുടെ ഹസ്ബൻഡ് അങ്ങനെ ഭർത്താക്കന്മാർ വന്നിട്ടാണ് ഞങ്ങൾക്ക് അതെല്ലാം പൊട്ടിച്ചന്നത്. നമ്മൾ അവർക്കെല്ലാം കൊടുത്തു കേട്ടോ, കേക്ക് കൊടുത്തു അവർക്ക്. അതുപോലെ അവർക്ക് എല്ലാവർക്കുള്ള ബിരിയാണി നമ്മൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ വീട്ടുകാർക്കുള്ള ഹസ്ബൻഡിനും പിന്നെ വയ്യാത്ത അമ്മമാരൊക്കെ ഉള്ള വീട്ടുകളിലുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഫുഡ് നമ്മൾ കൊടുത്തയച്ചതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് എല്ലാവർക്കും കൊടുത്തിരുന്നു. പിന്നെ പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടി 4 കുപ്പി 7up ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൈസ ബാക്കിയാക്കരുതെന്നുണ്ടായിരുന്നു. ഉള്ള എമൗണ്ട് ഫുള്ള് നമ്മൾ ചിലവാക്കി. ഒരു 10,000-20,000 രൂപയോളം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഫുള്ള് നമ്മൾ ചിലവാക്കി. കൂടുതലായിട്ട് നമ്മൾ എമൗണ്ട് എന്താ പറയുക, 50 രൂപ അടച്ചതല്ല, എല്ലാവരും ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പലിശയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കേക്ക് മുറിച്ചു. 12 മണിക്ക് കേക്ക് മുറിച്ചു, കേക്ക് കഴിച്ചു. ഞാൻ കേക്ക് കഴിച്ചില്ല, കാരണം മൊത്തത്തിൽ മധുരം. അന്ന് തന്നെയായിരുന്നു എൻ്റെ മോൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവൻ്റെ കേക്ക് മുറിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലേക്ക് മത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി കുറേ തിന്നു, പിന്നെ കൂടെ ഐസ്ക്രീമും കഴിച്ച് കൂടിയപ്പോൾ ഞാൻ കഴിച്ചില്ല. പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ചു. അങ്ങനെ ഒരു 12:30 ആകുമ്പോഴേക്കും പരിപാടികളൊക്കെ തീർത്തിട്ട് പോന്നു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷനാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.